വാൽപ്പാറയിലുണ്ടായ ഭീകരമായ വാഹനാപകടത്തിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപേ വീണ്ടും കണ്ണീർ വാർത്ത എത്തിയിരിക്കുകയാണ്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നൗഷാദ് അലി ഇന്ന് പുലർച്ചെ മരണത്തിന് കീഴടങ്ങി. നൗഷാദിന്റെ മരണത്തിൽ ആശുപത്രി അധികൃതർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. പുലർച്ചെ നൗഷാദിന്റെ ആരോഗ്യനില വഷളായിട്ടും ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാർ വരാൻ വൈകിയതാണ് മരണത്തിന് കാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിൽ മതിയായ ശ്രദ്ധ ലഭിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഇത് സംബന്ധിച്ച തർക്കങ്ങൾ നിലവിൽ സജീവമായി നടക്കുകയാണ്. വാൾപ്പാറയിലെ അപകടകരമായ ഹെയർപിൻ വളവുകളിൽ ഡ്രൈവറുടെ പരിചയക്കുറവാണ് വാഹനം നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയാൻ കാരണമായതെന്ന് മോട്ടോർ വാഹന വകുപ്പ് പ്രാഥമികമായി വിലയിരുത്തുന്നു. നൗഷാദ് അലി ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ അപകട സമയത്ത് കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വേർപാട് അന്വേഷണത്തിന് വലിയ തിരിച്ചടിയായി മാറി. വാൾപ്പാറയിലെ റോഡുകളെക്കുറിച്ച് ധാരണയില്ലാതെ പുറത്തുനിന്നുള്ള ഡ്രൈവർമാർ നേരിടുന്ന വെല്ലുവിളികൾ ഈ അപകടത്തോടെ വീണ്ടും ചർച്ചയാവുകയാണ്. ഹെയർപിൻ വളവുകളിൽ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ച് തമിഴ്നാട് പോലീസ് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും പലപ്പോഴും ഇത്തരം നിർദ്ദേശങ്ങൾ അവഗണിക്കപ്പെടുന്നതാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. റോഡുകളിൽ കൃത്യമായ ദിശാസൂചനകളും അപകട മുന്നറിയിപ്പുകളും സ്ഥാപിക്കണമെന്നും വിനോദസഞ്ചാരികൾക്കായി ബോധവൽക്കരണ ലഘുലേഖകൾ വിതരണം ചെയ്യണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഒരു വിനോദയാത്ര ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിൽ അവസാനിച്ചതിൻ്റെ നടുക്കത്തിലാണ് മലപ്പുറത്തെ ഒരു ഗ്രാമം മുഴുവൻ. നൗഷാദ് അലിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും. വാൽപ്പാറ അപകടത്തെക്കുറിച്ച് പോലീസ് സമഗ്രമായ അന്വേഷണം തുടരുകയാണ്. ഈ വേളയിൽ വളരെ വിഷമത്തോടെ പറയാനുള്ള മറ്റൊരു കാര്യം, വാൽപ്പാറയിലെ ദാരുണമായ അപകടത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ നൗഷാദ് അലിയെക്കുറിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന ചില ക്രൂരമായ തലക്കെട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എല്ലാവരെയും കൊന്നത് ഞാനാണ് എന്ന തരത്തിൽ നൗഷാദിനെ കുറ്റക്കാരനാക്കുന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതവും റീച്ചിന് വേണ്ടി മാത്രം ചിലർ കെട്ടിച്ചമച്ചതുമാണ്. യാഥാർത്ഥ്യം മറ്റൊന്നാണ്. മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും പ്രാഥമിക നിഗമനം അനുസരിച്ച് വാൽപ്പാറയിൽ ദുർഘടമായ ഹെയർപിൻ വളവുകളിൽ ഉണ്ടായ നിയന്ത്രണ നഷ്ടമാണ് അപകടത്തിന് കാരണം. പരിചയമില്ലാത്ത റോഡുകളിൽ സംഭവിക്കാവുന്ന ഒരു ദാരുണമായ വിധി മാത്രമാണിത്. തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് പോയ ഒരു യുവാവ് ഒരിക്കലും ഇത്തരമൊരു ക്രൂരത ചെയ്യില്ല എന്ന് നമുക്കെല്ലാം അറിയാം. നൗഷാദ് അലി അവസാന ശ്വാസം വരെ പൊരുതിയത് തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാണ്. ചികിത്സാ പിഴവുകളെക്കുറിച്ചുള്ള പരാതികൾക്കിടയിൽ ആ ജീവൻ പൊരിഞ്ഞപ്പോൾ അത് ആ കുടുംബത്തിൻ്റെ വലിയൊരു നഷ്ടമാണ്. മരിച്ചവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്ന് കരുതി ഇത്തരം കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് അങ്ങേയറ്റം വേദനാജനകമാണ്. മരണപ്പെട്ട നൗഷാദിൻ്റെ ഓർമ്മകളെ അപമാനിക്കാതെ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം. സത്യം തിരിച്ചറിയുക, തെറ്റായ വാർത്തകളെ തള്ളിക്കളയുക. നോക്കൂ, ഇത്തരം തലക്കെട്ടുകൾ കണ്ടാൽ ആരെങ്കിലും ഒരാൾ നൗഷാദ് അങ്ങനെ ചെയ്തോ എന്ന് ധരിച്ചെങ്കിൽ അത് ആ മരണപ്പെട്ടുപോയ യുവാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ.